ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഒരു അടിപൊളി പാൽ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ടൊക്കെ ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം നമുക്ക്. ഈ പാൽ പൊരിച്ച സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പാലാണ്, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര, പിന്നെ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ നമ്മൾ ഒഴിക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിക്കരുത്, കുറച്ച് മാറ്റി വെക്കാം. നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടി കലക്കാനായിട്ട് ഉള്ള ആവശ്യത്തിനുള്ള പാൽ മാറ്റി വെക്കാം. എന്നിട്ട് ജസ്റ്റ് പാലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് എത്ര മധുരമാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടീസ്പൂണ് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ആകുമ്പോൾ ഓവർ മധുരം വേണ്ടാച്ചിട്ടാണ് ഞാൻ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പാലിലോട്ട് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ട പിടിക്കാത്ത രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതാ പാലിൽ നന്നായിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഞാനിതാ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്, അതിലോട്ടാണ് ഇത് മാറ്റുന്നത്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ ബൗളിൽ ആദ്യം കുറച്ച് ഓയിലോ വെണ്ണ എന്തെങ്കിലും തടവി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൽ പരത്തി വെച്ച് കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ പരത്തി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതൊന്ന് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഞാനൊന്ന് കവർ ചെയ്തിട്ട് 2 മണിക്കൂറോളം ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതാ നമ്മുടെ ടൈം വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രീസറിൽ നിന്ന് ഞാനത് എടുത്തിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം മാറ്റാൻ. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം, നമുക്കിഷ്ടമുള്ള മോഡലിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. നമ്മൾ കൈ അതിന്മേൽ വെക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വഴുതി പോണ പോലെ തോന്നും. നല്ല ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ അതാ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു പീസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്യുമ്പോൾ കോട്ടിങ് കൊടുക്കാനായിട്ട് ഒരു മുട്ട, കുറച്ച് മൈദ, കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പാലിൻ്റെ കട്ടിയിൽ ആദ്യം ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് മുട്ടയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇത് കാണുന്ന പോലെ തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും. കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള പീസും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ പീസും ബ്രെഡിലും മൈദയിലും മുട്ടയിലൊക്കെ മുക്കി
എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ പീസായിട്ട് നമുക്ക് ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഓരോരോ പീസായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ മറ്റേ ഭാഗം ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഒരു ഈവനിങ് സ്നാക്കായിട്ടുള്ള പാൽ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ടും വളരെ എളുപ്പമാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് എത്ര സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെയാണ്. ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ.